നമസ്കാരം. അസാധ്യ വാർത്തയുടെ നൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. മംഗളൂർ സെൻട്രൽ മെയിലിന്റെ കോച്ചിൽ വിള്ളൽ കണ്ടെത്തി. KSU സംസ്ഥാന ക്യാമ്പിൽ കൂട്ടിയടി. രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ജനൽ ചില്ലുകൾ അടിച്ചു തകർത്തു. ടൂറിസം ഡയറക്ടർ വിളിച്ചത് പതിവ് യോഗം. മാധ്യമങ്ങളുടെ നുണക്കഥ പൊളിയുന്നു. സമകാലിക ലോക സിനിമയിലെ ഉറച്ച ശബ്ദം ഓൾഡ് ഇമാജിന്റെ ലൈറ്റിനെ അഭിനന്ദനവുമായി മുഖ്യമന്ത്രി. കുഴിമന്തിയിൽ നിന്നും ഭക്ഷ്യവിഷബാധ. തൃശൂരിൽ 85 പേർ ആശുപത്രിയിൽ. മൈസൂരിൽ വീട്ടമ്മയെ കടുവ കടിച്ചു കൊന്നു. ഗുജറാത്ത് ഗെയിമിംഗ് സെന്ററിലെ തീപിടുത്തം. മരണം 32. വിശദമായ വാർത്തകളിലേക്ക് പോകാം. തിരുവനന്തപുരത്ത് KSU ക്യാമ്പിൽ കൂട്ടത്തല്ലി. നെയ്യാർ ഡാമിൽ നടക്കുന്ന സംസ്ഥാന ക്യാമ്പിലാണ് തമ്മിൽത്തല്ലുണ്ടായത്. ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് കൂട്ടിയടി നടന്നത്. രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ജനൽ ചില്ലുകൾ അടിച്ചു തകർത്തു. കൂട്ടത്തല്ലിൽ നിരവധി ഭാരവാഹികൾക്ക് പരിക്കേറ്റു. KPCC നേതൃത്വത്തിലുള്ള തർക്കമാണ് സംഘർഷത്തിന് വഴിവെച്ചത്. സംഘർഷത്തിൽ KSU പാറശാല നിയോജകമണ്ഡലം പ്രസിഡന്റ് സുജിത്തിന് ഗുരുതരമായി പരിക്കേറ്റു. നെടുമങ്ങാട് നിയോജകമണ്ഡലം പ്രസിഡന്റ് അഭിയത്തിനും പരിക്കേറ്റു. ഇരുവരും നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. രാത്രി മദ്യപിച്ചാണ് നേതാക്കൾ തമ്മിൽ ഏറ്റുമുട്ടിയെന്ന വിവരം. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ KPCC 2-അംഗ സമിതിയെ നിശ്ചയിച്ചതായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ അറിയിച്ചു. മംഗളൂർ സെൻട്രൽ മെയിലിന്റെ കോച്ചിൽ വിള്ളൽ കണ്ടെത്തി. ചെന്നൈയിൽ നിന്നും മംഗളൂരിലേക്ക് പോവുകയായിരുന്ന 12-601 നമ്പർ ട്രെയിനിലാണ് വിള്ളൽ ശ്രദ്ധയിൽപ്പെട്ടത്. രാവിലെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നടന്ന പരിശോധനയിലാണ് വിള്ളൽ കണ്ടെത്തിയത്. സ്ലീപ്പർ ബോഗിയിലാണ് തകരാർ ഉണ്ടായിരുന്നത്. പിന്നാലെ വിള്ളൽ കണ്ടെത്തിയ ബോഗി അടിച്ചുമാറ്റിയതിനു ശേഷം സർവീസ് തുടർന്നു. ഇന്നലെ രാത്രി 8 മണിയോടെ ചെന്നൈയിൽ നിന്നും പുറപ്പെട്ട ട്രെയിനാണ്. പുതിയ മദ്യനയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ടൂറിസം ഡയറക്ടറുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നെന്ന മാധ്യമങ്ങളുടെ നുണക്കഥയും പൊളിയുന്നു. റിസോർട്ടുകൾ, ഹോട്ടലുകൾ, ഹൗസ് ബോട്ടുകൾ, ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പുകൾ എന്നിവരുടെ പ്രതിനിധികളുമായി ചേരുന്ന പതിവ് യോഗത്തെയാണ് മാധ്യമങ്ങൾ സർക്കാർ മദ്യനയ ചർച്ചയെന്ന പേരിൽ റിപ്പോർട്ട് ചെയ്തത്. ടൂറിസം മേഖലയിലെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ പ്രതിനിധികളുടെ മീറ്റിംഗുകൾ കൃത്യമായ ഇടവേളകളിൽ ടൂറിസം ഡയറക്ടറിലെ ഉദ്യോഗസ്ഥർ വിളിച്ചു ചേർക്കാറുള്ളതാണ്. കേരള ട്രാവൽ മാർട്ട് സൊസൈറ്റി അടക്കമുള്ള സംഘടനകൾ മുന്നോട്ട് വെച്ച വിവിധ ആവശ്യങ്ങൾ ചർച്ച ചെയ്യാനാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ യോഗം മെയ് 21 വിളിച്ചു ചേർത്തത്. ടൂറിസം മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമല്ല യോഗം വിളിച്ചതെന്നും ടൂറിസം ഡയറക്ടർ ചുമതലയുള്ള ശിഖ സുരേന്ദ്രൻ വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. കേരള ട്രാവൽ മാർട്ട് സൊസൈറ്റി പ്രസിഡന്റ് സെക്രട്ടറി, ഇവന്റ് മാനേജ്മെന്റ് അസോസിയേഷൻ, ഹൗസ് ബോട്ട് അസോസിയേഷൻ, ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷൻ, സൗത്ത് കേരള ഹോട്ടൽ ഫെഡറേഷൻ, കേരള ടൂറിസം ഡെവലപ്മെന്റ് അസോസിയേഷൻ എന്നീ സംഘടനകളാണ് പ്രസ്തുത യോഗത്തിൽ പങ്കെടുത്തത്. യോഗത്തിൽ പങ്കെടുത്തവരുടെ വിശദാംശങ്ങളിൽ നിന്ന് തന്നെ ഇത് ബാർ ഉടമകളുടെ മാത്രമായതോ ഇപ്പോൾ പ്രചരിപ്പിക്കും പ്രകാരം സർക്കാരിന്റെ മദ്യനയവുമായി ബന്ധപ്പെട്ടതോ ആയ പ്രത്യേകത യോഗമല്ല എന്നത് വ്യക്തമാണ്. ഉയർന്നു വന്ന വിഷയങ്ങൾ ടൂറിസം വ്യവസായം, ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട സംഘടനകൾ ദീർഘകാലമായി ഉന്നയിച്ചു വരുന്നതാണ്. എന്നാൽ ഇക്കാര്യത്തിൽ ഒരു നിലപാടും ബന്ധപ്പെട്ട വകുപ്പുകളെ അറിയിച്ചിട്ടില്ല. കൂടാതെ മദ്യനയവുമായി ബന്ധപ്പെട്ട് പ്രചരിപ്പിക്കുന്ന മറ്റു വാർത്തകളുമായി ചില വ്യക്തികൾ നടത്തിയ പരാമർശങ്ങളുമായോ ടൂറിസം ഡയറക്ടറേറ്റ് യാതൊരുവിധ ബന്ധവുമില്ലതെന്നും ടൂറിസം ഡയറക്ടർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. ഹോട്ടലിൽ നിന്നും കുഴിമന്തി കഴിച്ച 85 പേർക്ക് ഭക്ഷ്യവിഷബാധയേറ്റു. പനിയും വയറിളക്കവും ഛർദിയും മറ്റ് അസ്വസ്ഥതകളുമായി കുട്ടികളടക്കമുള്ളവർ ചികിത്സ തേടി. ശനിയാഴ്ച രാത്രി 8:30 പെരിഞ്ഞം സെന്ററിന് വടക്കുഭാഗത്ത് പ്രവർത്തിക്കുന്ന സെയിന്റ് ഹോട്ടലിൽ നിന്നും അൽഫാം, കുഴിമന്തി അടക്കമുള്ള ഭക്ഷണം കഴിച്ചവർക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. കൂടുതലും പേർ പാർസൽ വാങ്ങിക്കൊണ്ടുപോവുകയായിരുന്നു. സംഭവത്തെ തുടർന്ന് ആരോഗ്യവകുപ്പും ഫുഡ് ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റും ഹോട്ടലിൽ പരിശോധന നടത്തിയ ശേഷം ഹോട്ടൽ അടച്ചുപൂട്ടി. കുഴിമന്തിയോടൊപ്പം നൽകിയ മയോനൈസാണ് ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമെന്നതാണ് പ്രാഥമിക നിഗമനം. ET ടൈസൽ MLA, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ, പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ്, വൈസ് പ്രസിഡന്റ് NK അബ്ദുൽ നാസർ തുടങ്ങിയവർ ആശുപത്രിയിൽ കഴിയുന്നവരെ സന്ദർശിച്ചു. 77ാമത് കാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രീ പുരസ്കാരം നേടിയ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർക്ക് അഭിനന്ദനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കാനിൽ ഗ്രാൻഡ് പ്രീ കരസ്ഥമാക്കി ഇന്ത്യൻ സിനിമയുടെ യശസ്സുയർത്തിയിരിക്കുകയാണ് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു.
ഈ നേട്ടത്തോടെ സമകാലിക ലോക സിനിമയിലെ ഉറച്ച ശബ്ദമായി മാറിയിരിക്കുകയാണ് സംവിധായികയായ പായൽ കപ്പാടിയ. സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളായി വേഷമിട്ടിരിക്കുന്നത് മലയാളികളായ കന്നി കുസൃതിയും ദിവ്യ പ്രഭയുമാണെന്ന് മലയാളികൾക്ക് ഏറെ അഭിമാനകരമായ കാര്യമാണ്. ഇനിയും നല്ല സിനിമകൾ സൃഷ്ടിക്കാൻ സാധിക്കട്ടെ എന്നും വലിയ നേട്ടങ്ങൾ തേടിയെടുത്തട്ടെ എന്നും ആശംസിക്കുന്നതായി മുഖ്യമന്ത്രി സന്ദേശത്തിൽ പറഞ്ഞു. എൻ സത്യനാനന്ദൻ 31 വിരമിക്കും. കേരള നോൺ ടീച്ചേഴ്സ് എംപ്ലോയീസ് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റും ഇരിട്ടി മഹാത്മാഗാന്ധി കോളേജ് യൂണിയൻ സൂപ്രണ്ടുമായ എൻ സത്യനാനന്ദൻ 31 സർവീസിൽ നിന്നും വിരമിക്കും. 1907 ജനുവരി 8 ക്ലർക്കായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. 2019 ജൂൺ മാസം മുതൽ സൂപ്രണ്ടായും പ്രവർത്തിച്ചു. 27 വർഷവും 5 മാസവും സർവീസിൽ സേവനമനുഷ്ഠിച്ചു. എയ്ഡഡ് മേഖലയിലെ അനധ്യാപക ജീവനക്കാരുടെ സംഘടനയായ KNTO രൂപീകരിച്ച 2006 മുതൽ സംസ്ഥാന ഭാരവാഹിയായി പ്രവർത്തിച്ചു വരുന്നു. സംഘടനയുടെ ആദ്യ രൂപമായ കേരള നോൺ ടീച്ചിങ് സ്റ്റാഫ് യൂണിയന്റെ നേതൃനിരയിലും പ്രവർത്തിച്ചിരുന്നു. 2000 മുതൽ കണ്ണൂർ കാസർഗോഡ് ജില്ലാ അഡ്ഹോക് കമ്മിറ്റിയുടെ കൺവീനറായിരുന്നു. സഹകരണ രംഗത്ത് കോളാരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റായും മട്ടന്നൂർ അഗ്രികൾച്ചർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റായും പ്രവർത്തിച്ചു. മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയിൽ 2007 മുതൽ 2012 വരെ നഗരസഭാ കൗൺസിലറായിരുന്നു. സർവീസ് കാലയളവിൽ ഒട്ടേറെ പണിമുടക്കുകൾക്കും പ്രക്ഷോഭങ്ങൾക്കും നേതൃത്വം നൽകിയിരുന്നു. 2002 കരിനിയമങ്ങൾക്കെതിരായ 33 ദിവസത്തെ പണിമുടക്കം, പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയ 2023 നവംബർ 3 ദില്ലി മാർച്ച്, വിവിധ ഘട്ടങ്ങളിൽ സെക്രട്ടേറിയറ്റിലേക്കുള്ള പ്രക്ഷോഭങ്ങളിലും നേതൃനിരയിലും പ്രവർത്തിച്ചിട്ടുണ്ട്. പൊറോറോ സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറിയായ MK വനജിയാണ് ഭാര്യ. മാളവിക, തേജസ്വിനി എന്നിവരാണ് മക്കൾ. മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയിലെ പരിയാരമാണ് സ്വദേശം. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. തകരാർ, ട്രെയിനുകൾ വൈകിയോടുന്നു. വൈദ്യുതി ലൈനിലെ തകരാർ തുടർന്ന് സംസ്ഥാനത്ത് ട്രെയിനുകൾ വൈകിയോടുകയാണ്. ജനശതാബ്ദി അടക്കമുള്ള ട്രെയിനുകളാണ് വൈകിയോടുന്നത്. തകരാറിനെ തുടർന്ന് തിരുവനന്തപുരം കണ്ണൂർ ജനശതാബ്ദി എക്സ്പ്രസ് പിറവം റോഡിലും MGR ചെന്നൈ സെൻട്രൽ മെയിൽ വൈക്കം റോഡിലും 2 മണിക്കൂറിലധികം പിടിച്ചിട്ടു. 6:15 പിറവത്തെത്തിയ ജനശതാബ്ദി 8:30 പുറപ്പെട്ടത്. നിലവിൽ 2 മണിക്കൂർ വൈകിയാണ് ട്രെയിൻ ഓടുന്നത്. കോട്ടയത്ത് നിന്ന് എറണാകുളത്ത് നിന്ന് പുറപ്പെട്ട പാസഞ്ചർ ട്രെയിനും മുളന്തുരുത്തിയിൽ പിടിച്ചിട്ടിരുന്നു. 6:55 എറണാകുളം എത്തേണ്ട ട്രെയിൻ 8:04 എത്തിയത്. മുളന്തുരുത്തി സ്റ്റേഷൻ പരിധിയിൽ റെയിൽവേ ലൈനിൽ തകരാർ സംഭവിച്ചതാണ് ട്രെയിനുകൾ വൈകാൻ ഇടയാക്കിയത്. ഗുജറാത്തിലെ രാജ്കോട്ടിൽ ഗെയിമിംഗ് സെന്ററിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവരുടെ എണ്ണം 32ആയി. മരിച്ചവരിൽ 9 പേർ കുട്ടികളാണ്. മൃതദേഹങ്ങൾ തിരിച്ചറിയാനായ വിധം കത്തിക്കഴിഞ്ഞതിനാൽ DNA ടെസ്റ്റ് നടത്തുമെന്ന് പോലീസ് കമ്മീഷണർ രാജു ഭാർഗവ് പറഞ്ഞു. പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നവരെയും ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ സന്ദർശിച്ചു. യുവരാജ് സിംഗ് സോളങ്കിയുടെ ഉടമസ്ഥയിലുള്ള TRP ഗെയിമിംഗ് സെന്ററിൽ ഇന്നലെ വൈകുന്നേരം 4:30 തീപിടുത്തമുണ്ടായത്. അവധിക്കാലമായതിനാൽ നിരവധി കുട്ടികൾ ഇവിടെയുണ്ടായിരുന്നു. ദുരന്തം നടന്ന TRP ഗെയിംസ് സോണിന്റെ ഉടമയെയും മാനേജരെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. മൈസൂരു മുർബന്ദ് മലയിൽ ആട് മേയ്ക്കാൻ പോയ വീട്ടമ്മയെ കടുവ കടിച്ചു കൊന്നു. മാൾഡ ഗ്രാമത്തിൽ നിന്നുള്ള ചിക്കി 48 മരിച്ചത്. ശനിയാഴ്ച വൈകിട്ടാണ് ചിക്കിയെ കടുവ ആക്രമിച്ചത്. ഞായറാഴ്ച രാവിലെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. ചിക്കിയുടെ ഒപ്പം ആട് മേയ്ക്കാൻ പോയവരാണ് കടുവ ആക്രമിച്ച വിവരം ഗ്രാമത്തിൽ അറിയിക്കുന്നത്. തുടർന്ന് നോർത്ത് ബാംഗ്ലൂർ ഫോറസ്റ്റ് വകുപ്പ് പ്രദേശത്ത് പരിശോധന നടത്തി. ഇരുട്ടായതോടെ അവസാനിപ്പിച്ച തെരച്ചിൽ ഞായറാഴ്ച രാവിലെ പുനരാരംഭിച്ചു. ഫോറസ്റ്റ് വാച്ച് ടവറിന് സമീപത്തു നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. ഏതാനും മാസങ്ങളായി നോർത്ത് ബംഗ്ലൂരിൽ പലയിടത്തും കടുവയുടെ ആക്രമണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹല്ലാരി ഗ്രാമത്തിൽ ജനുവരി 5 ആക്രമണത്തിൽ കാലിമേക്കാൻ പോയ സ്ത്രീക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ബന്ദിപ്പൂരിന് സമീപത്തെ ഹെഡയാളയിലും കടുവ ആക്രമണം റിപ്പോർട്ട് ചെയ്തിരുന്നു. വയനാട്ടിൽ കരടി ആക്രമണത്തിൽ യുവാവിന് പരിക്ക്. നായിക്കാടി മൊൽക്കര കോളനി കൃഷ്ണൻ 45 പരിക്കേറ്റത്. കരടിയുടെ ആക്രമണത്തിൽ കൃഷ്ണന്റെ കൈക്കും കാലിനും സാരമായ പരിക്കേറ്റു. ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ഇദ്ദേഹത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മാറ്റി. വൈകിട്ട് 4 മണിയോടെ കാട്ടിൽ വിറക് ശേഖരിക്കാൻ പോയ സമയത്താണ് കടുവ ആക്രമിച്ചത്. CH ബാലകൃഷ്ണന്റെ ഓർമ്മ പുതുക്കി. അധ്യാപകനും സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തനമായിരുന്ന CH ബാലകൃഷ്ണന്റെ 4ാം ചരമവാർഷികം വിവരമായി ആചരിച്ചു. CPM നേതൃത്വത്തിൽ ചിറക്കൽ നടന്ന അനുസ്മരണ സമ്മേളനം KV സുമേഷ് MLA ഉദ്ഘാടനം ചെയ്തു. MP സരള, അരക്കൻ ബാലൻ, K മോഹൻ തുടങ്ങിയവർ സംസാരിച്ചു. ചിറക്കൽ ഗാന്ധിജി റൂറൽ ലൈബ്രറി ഏർപ്പെടുത്തിയ സാഹിത്യ പുരസ്കാരം എഴുത്തുകാരൻ PVK പനയാലിനെ മന്ത്രി രാമേന്ദ്രൻ കടന്നപ്പള്ളി സമർപ്പിച്ചു. 10,001 രൂപയും ഫലകവും പ്രശസ്തി അടങ്ങുന്നതാണ് പുരസ്കാരം. ലൈബ്രറി വൈസ് പ്രസിഡന്റ് K ബാലകൃഷ്ണൻ അധ്യക്ഷനായി.
ലൈബ്രറി കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് മുകുന്ദൻ മഠത്തിൽ, CH ബാലകൃഷ്ണൻ മാസ്റ്ററുടെ ഭാര്യ PV സന്ധി, A പ്രദീപൻ, K മനോജ് എന്നിവർ സംസാരിച്ചു. ഡോക്ടർ AS പ്രശാന്ത് കൃഷ്ണൻ സ്വാഗതവും P പ്രവീൺ നന്ദിയും പറഞ്ഞു. തുടർന്ന് ചിറക്കൽ ഗാന്ധിജി റൂറൽ ലൈബ്രറി അവതരിപ്പിച്ച ഗാനസദസ്സും ഉണ്ടായി. ഇതോടെ ഇന്നത്തെ അസാധ്യ വാർത്ത സമാപിക്കുന്നു. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം.